കോൺഗ്രസ് പ്രാദേശിക നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ അതിജീവിത DGPക്ക് പരാതി നൽകി. സമൂഹമാധ്യമത്തിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്നാണ് ആക്ഷേപം. അതിജീവിതയെ ആക്ഷേപിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. പേരിന്റെ അർത്ഥത്തിന് വിപരീതമായിട്ടാണ് കുഞ്ഞമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് DCC വൈസ് പ്രസിഡന്റ് അനിൽ തോമസ് പ്രതികരിച്ചു. കോൺഗ്രസുകാരിയാണെന്ന് ഓർമ്മിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR സ്നേഹയുടെ പ്രതികരണം. സായികുമാർ വിവരങ്ങളുമായി. സായി, ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന കോൺഗ്രസുകാരി ഈ അടുത്ത് കോൺഗ്രസിൽ എത്തിയതാണ്. CPയിൽ നിന്നാണ് കോൺഗ്രസിലെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ടാണ് തുടക്കം മുതൽ ഇവർ പ്രതികരിക്കുന്നത്. പക്ഷേ അതിജീവിതയെ കടന്നു പറഞ്ഞുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുകയായിരുന്നു. അതിപ്പോൾ DGPക്ക് മുന്നിൽ പരാതിയായി എത്തിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും സ്മൃതി, വളരെ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ ഇട്ടു എന്നാണ് ഇപ്പോൾ അതിജീവിത തന്നെ DGPക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ആ പരാതി തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീക്ക്, ബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീയെ സമൂഹ മാധ്യമത്തിന് മുന്നിൽ വിചാരണ ചെയ്യാൻ അവകാശമില്ല. ഉടൻ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഫേസ്ബുക്കിൽ നിന്ന് അവർ പങ്കുവച്ച വീഡിയോ നീക്കം ചെയ്യുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും വേണം എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതിജീവിതയെ അധിക്ഷേപിച്ചതിനും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനും സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിനുമെതിരെ സൈബർ സെൽ നടപടിയെടുക്കണം എന്ന ഒരാവശ്യം കൂടി ഇപ്പോൾ അതിജീവിത ആവശ്യപ്പെടുന്നുണ്ട്. ഇത് തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇങ്ങനെ സത്യം പറയാൻ ധൈര്യപ്പെടുന്ന ഓരോ സ്ത്രീയെയും സംരക്ഷിക്കുന്നതിൽ ഇത്തരം നടപടികൾ വേണം, അത്തരം നടപടികൾ എടുക്കും എന്ന് കേരള പോലീസിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അവർ DGPക്ക് അയച്ച പരാതി അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇട്ടത്. അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണ്, അതായത് അതിജീവിതയ്ക്കൊപ്പം മാത്രമല്ല അതിജീവിതന് വേണ്ടിയും നിലപാടെടുക്കണം. ഈ പരാതികളിൽ സംശയമുണ്ട് എന്ന തരത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയ അതിജീവിതമാരെ സംശയമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവർ പരസ്യമായി നടത്തിയത്. ഇന്നിപ്പോൾ കോൺഗ്രസിലെ തന്നെ അവിടെയുള്ള നേതാക്കൾ അവർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്.